ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ DPR തയ്യാറാക്കാൻ പഠനം തുടങ്ങി. ആലുവയിൽ നിന്നും അങ്കമാലി വരെയായിരിക്കും മൂന്നാം ഘട്ട മെട്രോ ക്രമീകരിക്കുക. ഹരിയാന ആസ്ഥാനമായുള്ള സിട്ര MBA കൺസൾട്ടിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി DPR തയ്യാറാക്കുന്നത്. 1.03 കോടി രൂപ ചെലവഴിച്ചുള്ള DPR 6 മാസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. 17.5 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ പാത ആസൂത്രണം ചെയ്യുന്നത്. DPRന്റെ ഭാഗമായി വിപുലമായ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ, സർവേകൾ, എഞ്ചിനീയറിംഗ് പഠനം തുടങ്ങിയവ നടത്തും. DPR പഠനത്തിനുള്ള ചെലവ് കേന്ദ്ര ഭവന നഗരവികസന മന്ത്രാലയത്തിന്റെ സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമിൽ നിന്നാണ്. മെട്രോ മൂന്നാം ഘട്ട വികസനത്തിന്റെ DPR പഠനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ലഭിച്ചതായി KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ചൂണ്ടിക്കാട്ടി. ഈ വികസനവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോർക്കയുടെ ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലന പരിപാടിയുടെ 2025 സെപ്റ്റംബർ മുതൽ 2026 മാർച്ച് വരെയുള്ള ബാച്ചുകളിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്യാമ്പസിലാണ് പരിശീലനം. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഫോൺ മുഖേനയോ ഇമെയിലിലോ സെപ്റ്റംബർ 10 ബന്ധപ്പെടാവുന്നതാണ്. സപ്ലൈകോയിൽ ഓണം പ്രമാണിച്ച് 2 മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങാം. വെളിച്ചെണ്ണ വില 10 രൂപ കുറച്ചു. ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം. പഞ്ചസാര, ചെറുപയർ, വൻപയർ, തൂവരപ്പരിപ്പ്, ഉഴുന്ന്, കടല, മല്ലി, മുളക്, വെളിച്ചെണ്ണ, ജയ അരി, മട്ട അരി, പച്ചരി എന്നിവയാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത്. ഇവ 2 മാസത്തെയും ഒന്നിച്ചും വാങ്ങാനാണ് അവസരം. ഇതിൽ അരി മാസാദ്യം 5 കിലോയും 15 ശേഷം 5 കിലോയുമാണ് നൽകിയിരിക്കുന്നത്. പുതിയ തീരുമാനം വന്നതോടെ ഈ മാസം 10 കിലോയും അടുത്ത മാസം 10 കിലോയും എന്ന നിരക്കിൽ വാങ്ങാം. വെളിച്ചെണ്ണ വില 349 രൂപയിൽ നിന്ന് 339 രൂപയായി കുറച്ചു. സബ്സിഡിയില്ലാത്ത ശബരി വെളിച്ചെണ്ണ 429 നിന്ന് 381 കുറച്ചു. സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങി. ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. 14 സാധനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് നൽകുക. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. മഞ്ഞക്കാർഡുകാർക്ക് റേഷൻ കട വഴിയാകും കിറ്റ് വിതരണം. ക്ഷേമ സ്ഥാപനങ്ങളിലെ 4 അന്തേവാസികൾക്ക് 1 കിറ്റ് എന്ന നിലയിലാണ് നൽകുക. ഇത്തരത്തിൽ 10,634 കിറ്റുകൾ നൽകും. സെപ്റ്റംബർ 4 വരെ കിറ്റ് വാങ്ങാവുന്നതാണെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് പിങ്ക് കാർഡുകാർക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ 5 കിലോ അരി നൽകും. നീലക്കാർഡിന് 10 കിലോയും വെള്ളക്കാർഡിന് 15 കിലോയും അരി നൽകും. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് അരി ലഭ്യമാക്കുന്നത്. അതേസമയം കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും. ദിനേശ്, റെയ്ഡ്കോ, മിൽമ തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും പ്രത്യേക വിലക്കുറവിൽ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.